ഇന്ന് ഞാൻ ടെലിഗ്രാമിൽ 5 അങ്ങനത്തെ ബോട്ട്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് തീർത്തും അത് വിശ്വസിക്കാനാവില്ല. ഇത് ശരിക്കും സത്യമാണ്. പക്ഷേ നിങ്ങൾ ഇതുവരെ ടെലിഗ്രാം ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ടെലിഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും ആദ്യത്തെ ബോട്ടാണ് ChatGPT-4. ChatGPT-4 നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഏറ്റവും ആദ്യം നിങ്ങൾ ടെലിഗ്രാമിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ എഴുതുക ChatGPT-4 ടെലിഗ്രാം 4. ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണുന്ന ChatGPT-4 ടെലിഗ്രാം ബോട്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. താഴെ സ്റ്റാർട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. താഴെ എന്ത് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇതിന് മുകളിൽ നിങ്ങളോട് വേറെ ബോട്ടിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് താഴെ മെസ്സേജിൽ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് ചോദിക്കാം. ഞാൻ ഇവിടെ ചോദിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് SEO എന്നിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാം. കുറച്ച് സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അവിടെ കാണിക്കും. ദ ഫുൾ ഫോം ഓഫ് SEO ഈസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഒരു മെസ്സേജും കൂടെ ഞാൻ ടൈപ്പ് ചെയ്ത് ചോദിക്കാം. ക്യാപിറ്റൽ ഓഫ് ടെക്സാസ്. എന്നിട്ട് നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കുറച്ച് സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കും. ദ ക്യാപിറ്റൽ ഓഫ് ടെക്സാസ് ഈസ് ഓസ്റ്റിൻ. ഈ തരത്തിൽ നിങ്ങൾക്ക് ChatGPT-4 ടെലിഗ്രാമിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ടെലിഗ്രാം ബോട്ടിനെ കുറിച്ച് അറിയാം. ചിലപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നതുകൊണ്ട് ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിലും നിങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗപ്രദമാകും. അതിന് നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ എഴുതണം സ്കെഡി. ഇതിൽ ഈ ആദ്യം കാണിക്കുന്ന ബോട്ടിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ താഴത്ത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ റിമൈൻഡ് ചെയ്യാനുള്ള മെസ്സേജും അതിൻ്റെ സമയവും അവിടെ എഴുതണം. ഉദാഹരണത്തിന് വാച്ച് സൂപ്പർ ടെക്കി വീഡിയോ 7 PM. ഇനി നിങ്ങൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് അവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ടാവും. അതിന് നിങ്ങൾ താഴെ ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളോട് ഇവിടെ നിങ്ങളുടെ സിറ്റി ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ കണ്ണൂർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ഈ ബോട്ട് 5:30 എന്ന ടൈമിങ്ങിലാണ് പ്രവർത്തിക്കുക. ഇനി ഇതിൽ ചോദിക്കുന്നത് വാട്ട് ഷുഡ് ഐ റിമൈൻഡ് യു അബൌട്ട് എന്നാൽ നിങ്ങൾ റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ എഴുതിയ മെസ്സേജ് തന്നെ വീണ്ടും കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോകും. എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് റിമൈൻഡർ ആഡഡ് ഫോർ ടുഡേ 7 PM. ഇതിന് കൃത്യം 7 മണിക്ക് നിങ്ങൾക്ക് റിമൈൻഡർ തരും. ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് റിമൈൻഡർ ആഡഡ് ഫോർ ടുഡേ 7 PM. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ റിംഗ് ടോൺ മ്യൂട്ടിലാവാൻ പാടില്ല. റിംഗ് ടോൺ വഴിയാണ് നിങ്ങൾക്ക് റിമൈൻഡർ തരിക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ റിംഗ് ടോണാണ് ഇവിടെ കേൾക്കുക. നമുക്കിനി അടുത്ത ബോട്ടിനെ കുറിച്ച് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ശരിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആരോടെങ്കിലും ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ടെലിഗ്രാം നിങ്ങളെ സഹായിക്കും. അതിന് നിങ്ങൾ സെർച്ച് പോയിട്ട് ആൻറ്റി ഇംഗ്ലീഷ് ബോട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ആ ബോട്ട് എന്ന് എഴുതിയിട്ട് വരുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ സ്റ്റാർട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഹലോ എന്നിട്ട് മെസ്സേജ് വരും. നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക ഹായ്. അപ്പോൾ അവിടെ എഴുതി കാണിക്കും മൈ നെയിം ഈസ് ആൻറ്റി, വാട്ട് ഈസ് യുവർ നെയിം. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മതി. തട്ടിമുട്ടിയിലെ ഇംഗ്ലീഷ് ആയാലും ആ ഇംഗ്ലീഷ് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഞാനിവിടെ ടൈപ്പ് ചെയ്യാം മൈ നെയിം ഈസ് സൂപ്പർ ടെക്കി. എന്നിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മെസ്സേജ് വന്നു നൈസ് ടു മീറ്റ് യു, ഹൗ ആർ യു. ഇനി ഞാൻ ടൈപ്പ് ചെയ്യാം ഐ ആം ഫൈൻ. ഇതിൻ്റെ മറുപടിയും വന്നു ഐ ആം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്, വെയർ ആർ യു ഫ്രം. ഞാൻ എവിടെ നിന്നാണ്. ഇനി ഞാൻ ടൈപ്പ് ചെയ്യാം ഇവിടെ കേരള. അതിന് മെസ്സേജ് ഒന്ന് വന്നു ഇസ് ഇറ്റ് എ ഗുഡ് പ്ലേസ്, നല്ല സ്ഥലമാണോ എന്ന് മെസ്സേജ് വന്നു. നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ലെങ്കിലും അത് തിരിച്ച് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ബോട്ടിനോട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ബോട്ടിനോട് ചാറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മെസ്സേജ് ചാറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും. ഇനി അടുത്ത ബോട്ട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സും പഠിക്കുന്ന കുട്ടികൾക്കാണ്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഫ്രീ ബുക്സ് ഇവിടെ കിട്ടും. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ബുക്സ് റോബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഫ്രീ ബുക്സ് റോബോട്ട് എന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ക്ലാസ് 9 to 12 NCERT, ക്ലാസ് 11th and 12th മഹാരാഷ്ട്ര ബോർഡ്, ഏൾ എൻട്രൻസ് എക്സാം സ്റ്റഡി മെറ്റീരിയൽസ്. ഉദാഹരണത്തിന് കുട്ടികൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ ക്ലിക്ക് ചെയ്യാം ക്ലാസ് 9 to 12th NCERT. ക്ലാസ് 9th എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ചോദിക്കുന്ന NCERT ഏത് സബ്ജക്റ്റാണ്? സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി, ആകാശ്, കമ്പ്യൂട്ടർ, GK, ബൈജൂസ്. ഉദാഹരണത്തിന് ഞാൻ സയൻസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്യാം. ഞാൻ ബയോളജി എന്ന് ഉദാഹരണത്തിന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു PDF ബുക്ക് നമുക്കിവിടെ
ഡൗൺലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒളിമ്പ്യാഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒളിമ്പ്യാഡിൻ്റെ PDF ഇവിടെ വന്നു, സയൻസ് ഒളിമ്പ്യാഡ് PDF. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വായിക്കാൻ പറ്റും. കണ്ടോ? ഇത് തികച്ചും ഫ്രീ ആണ്. ഒരു പൈസയും നിങ്ങൾക്ക് ഇവിടെ അടക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങളെ ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ആപ്പിൾ ഐഫോണിലോ ജിമെയിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ജിമെയിൽ എന്ന് സെർച്ചിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ടെലിഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ജിമെയിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഫസ്റ്റിൽ വരുന്ന ജിമെയിൽ ബോട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി താഴെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് നിങ്ങളെ ഓത്തറൈസേഷൻ ചോദിക്കുകയാണ്. ഹൈ ദെയർ, പ്ലീസ് ഓത്തറൈസ് മീ ടു സെറ്റപ്പ് എ ജിമെയിൽ ഇൻറ്റിഗ്രേഷൻ. ഇനി താഴെ ഓത്തറൈസ് മീ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ എത്ര ഇമെയിൽസാണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ പെർമിഷൻ കൊടുക്കുക, എലോ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഓരോ ഇമെയിലും നിങ്ങൾക്ക് ഇവിടെ ടെലിഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിലിന് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ആക്ഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിന് ഈ മെയിലിന് റിപ്ലൈ ചെയ്യാം, ഫോർവേഡ് ചെയ്യാം, അല്ല ഡിലീറ്റ് വരെ ചെയ്യാൻ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഈ 5 ബോട്ടും വളരെ ഉപകാരമുള്ളതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് ആയ വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.